ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് ഫാറ്റ്, അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഒരു പുറകിൻ്റെ ഈ സൈഡിലായിട്ട് മിക്ക ആളുകൾക്കും, അതായത് മിക്ക ആളുകൾക്കും പറഞ്ഞാൽ മിക്ക ലേഡീസിൻ്റെയും അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ഇങ്ങനെ ബാക്ക് ഫാറ്റ്, അതായത് ഇവിടെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഒരു കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് വളരെ ബോറായിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ. അതായത് ഓൾമോസ്റ്റ് ഒരു 5 സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 എക്സസൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടി പറഞ്ഞു തരുന്നത്. ഒരു 50 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ബാക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ ഇതിൽ പറയുന്ന ആ ഒരു എക്സസൈസ് തീർച്ചയായിട്ടും ഈ ഒരു ബാക്ക് ഫാറ്റ് ഉള്ള ആളുകൾ ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പം നമുക്ക് ആദ്യത്തെ എക്സസൈസ് എന്താണെന്ന് നോക്കാം. ഞാൻ തിരിഞ്ഞിരിക്കാം കേട്ടോ, തിരിഞ്ഞിരുന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെയാണ് മിക്ക ആളുകൾക്കും ആ ഒരു ഫാറ്റ്, അതായത് ഈ ഒരു പോർഷനിലൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. then സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇവിടെ വെക്കാം. ഒന്നുകിൽ കോർത്ത് പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം. ഇത് ഞാനിവിടെ കോർത്ത് പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഒരു 30 എണ്ണമൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. ദെൻ ഇങ്ങനെ 30 എണ്ണം ചെയ്തതിന് ശേഷം ഒരു 10 to 20 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം അടുത്ത എക്സസൈസ് ചെയ്യാം. ദെൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇടത് കൈ കൊണ്ട് വലത് കാലിൻ്റെ അവിടെ, വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ അവിടെ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു 30 കൗണ്ട്സ് എടുത്തതിന് ശേഷം 10 or 20 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാം. മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക. കൈകൾ കോർത്ത് പിടിച്ചതിന് ശേഷം 1 2 പരമാവധി നമ്മളിത് വലിച്ചു പിടിക്കണം. അതായത് മാക്സിമം നമ്മളത് സ്ട്രെച്ച് ചെയ്യാനായിട്ട് നോക്കുക. മാക്സിമം ഇത് വലിച്ചു പിടിക്കുക. തലയുടെ മുകളിൽ കൈ കൊടുന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചു പിടിക്കാം. കൈ കൊടുന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചു പിടിക്കാം. ഓക്കെ. നാലാമത്തത് കുറച്ചു നേരം,
അതായത് ഒരു 10 to 15 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം കൈ വിടുക. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ് 10 to 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യണം, നിങ്ങൾ കൈകൾ വലിച്ചു പിടിക്കുക കേട്ടോ. കൈകൾ വലിച്ചു പിടിക്കുക കേട്ടോ. ഇനി ഇങ്ങനെ കൈകൾ എത്താത്ത ആളുകളാണെച്ചെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഷാളോ ടവലോ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ പുറകിലിടുക. അതായത് ഇങ്ങനെ കൈ എത്തില്ല എന്നുണ്ടെച്ചെങ്കിൽ ഇങ്ങനെ ഒരു ഷാൾ ഇട്ടതിന് ശേഷം ഇതുവരെ കൈ എത്തും, നിങ്ങൾക്ക് എത്രയാണോ കൈ എത്തുന്നത് അത്ര വരെ കൈ തൊട്ടിട്ട് ബാക്കി നിങ്ങൾ പരമാവധി ഇങ്ങനെ വലിച്ചിട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മളൊരു ടവലിന്റെ ഷാളിന്റെ സഹായത്തോടു കൂടെ നമ്മളത് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഒരു 4 or 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ തന്നെ പിടിക്കാനായിട്ട് സാധിക്കും. ഇത് ലാസ്റ്റ് 5ാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇതുപോലെ തന്നെയുള്ളതാണ്. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. കൈകള് പ്രയർ പൊസിഷനിൽ കൊണ്ടുവന്ന് വെക്കുക. ഇതും ഒരു 10 to 15 സെക്കൻഡ് ചെയ്തതിന് ശേഷം അത്രയും ടൈം ഒന്ന് റെസ്റ്റ് എടുക്കുക. വീണ്ടും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ചില ആളുകൾക്ക് ഇതുപോലെ ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ, ഇവിടെയാണ് വെക്കാൻ പറ്റുന്നതെങ്കിൽ പതിയെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൊസിഷനിലേക്ക് ഇങ്ങനെ നീക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയാണ് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ബാക്ക് ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഇതൊന്ന് ഫോളോ ചെയ്യുക. ആ ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ലേഡീസിനായിരിക്കും മെയിനായിട്ട് ബാക്ക് ഫാറ്റ് കൂടുതലൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല, ഡയറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല, അത് റെഡ്യൂസ് ചെയ്യില്ല. ചില മെലിഞ്ഞ ആളുകൾക്ക് പോലും ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള കാർഡിയക് എക്സസൈസും അതുപോലെ ഈ എക്സസൈസ് ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഈ എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.